തർക്കി പസന്ദ് തെഹരീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഖ്ദൂം മുഹിയുദ്ദീൻ, ഫൈസ് അഹമ്മദ് ഫൈസ്, ജോഷ് മലിഹാബാദി, അലി സർദാർ ജാഫരി. ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് മഖ്ദൂം മുഹിയുദ്ദീനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹിയുദ്ദീൻ എന്നതായിരുന്നു. മഖ്ദൂം എന്ന തഖല്ലുസാണ് അദ്ദേഹം സ്വീകരിച്ചത്, അതായത് തൂലികാനാമം മഖ്ദൂം. 1908 ഹൈദരാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. 1940 മഖ്ദൂം മുഹിയുദ്ദീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. 1943 ഹൈദരാബാദിൽ അഞ്ജുമൻ തർക്കി പസന്ദ് മുസന്നിഫീന് രൂപം കൊടുത്തു. അതുപോലെ നമുക്കറിയാം 1945 തർക്കി പസന്ദ് തെഹരീക്കിൻ്റെ കുൽഹിന്ദ് കോൺഫറൻസ് നടന്നത് ഹൈദരാബാദിലായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയാണ് മഖ്ദൂം മുഹിയുദ്ദീൻ. ജാമിയ ഉസ്മാനിയയിൽ BA ചെയ്യുന്ന കാലത്തു തന്നെ അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത എന്നറിയപ്പെടുന്നത് പീല ദോശാല എന്ന കവിതയാണ്. അതുപോലെ പ്രസിദ്ധീകരിച്ചു വന്ന ആദ്യ കവിത ത്വാർ. ഈ കവിത മജ്നൂൻ ഖോരക്പൂരിയുടെ റിസാലയായ ഈവാനിൽ 1933 പ്രസിദ്ധീകരിച്ചു വന്നത്. മഖ്ദൂം മുഹിയുദ്ദീൻ്റെ പ്രധാനപ്പെട്ട 3 ഷേരി മജ്മുഅകളാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മജ്മുഅകളാണ് ഈ 3. 1944 സുറഹ് സവേര, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷേരി മജ്മുഅ, അതായത് കാവ്യസമാഹാരം. രണ്ടാമത്തെ കാവ്യസമാഹാരം ഗുലേത്തർ, അത് പ്രസിദ്ധീകരിച്ചത് 1961. മൂന്നാമത്തെ സമാഹാരത്തിൻ്റെ പേര് ബിസാത്തെ റക്സ്, 1966 ഇത് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ മഖ്ദൂം മുഹിയുദ്ദീൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ കവിത അല്ലെങ്കിൽ സിയാസി നസം എന്നൊക്കെ അറിയപ്പെടുന്നത് ജംഗ് എന്ന കവിതയാണ്. ഫാസിസത്തിനെതിരായിട്ടുള്ള ഉറുദുവിലെ ആദ്യ കവിതയായിട്ടാണ് ഈ ജംഗ് എന്ന കവിത അറിയപ്പെടുന്നത്. മഖ്ദൂം മുഹിയുദ്ദീൻ്റെ മറ്റ് പ്രശസ്തമായ കവിതകളാണ് ചാന്ദ് താരോം കാ ബൻ, ഹവീലി, ഇൻഖിലാബ്, തെലങ്കാന, ബംഗാൾ, ധുആ, അന്ധേര, റക്സ്, ഖൈദ് തുടങ്ങിയവ. ഇനി നമ്മൾ പറയുന്നത് ഫൈസ് അഹമ്മദ് ഫൈസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ തഖല്ലുസ് ഫൈസ് എന്നതായിരുന്നു. 1911 ഫെബ്രുവരി 13 അദ്ദേഹം സിയാൽകോട്ടിൽ ജനിച്ചു. ധാരാളം ഗസലുകളും നസ്മുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഷേരി മജ്മുഅകളാണ് നക്ഷെ ഫരിയാദി, ദസ്തെ സബ, സിന്ദാൻ നാമ, ദസ്തെ തെഹസംഗ്, മേരെ ദിൽ മേരെ മുസാഫിർ, സരവാദിയെ സീന, ഷാം ഷഹറിയാറ, നുസ്ഖഹായെ വഫ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മജ്മുഅകളാണ്: നക്ഷെ ഫരിയാദി, ദസ്തെ സബ, സിന്ദാൻ നാമ. അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഷേറാണ് ഔർ ഭി ഗം ഹേ ജമാനെ മേ മുഹബ്ബത്ത് കെ സിവ, റാഹത്തെ ഔർ ഭി ഹേ വസൽ കെ റാഹത്ത് കെ സിവ. അതായത് പ്രണയ നൈരാശ്യത്തിൻ്റെ ദുഃഖത്തെക്കാളും പ്രണയ സാഫല്യത്തിൻ്റെ സന്തോഷത്തെക്കാളും വലിയ ദുഃഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ ഈ ലോകത്തുണ്ട് എന്നൊരു തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കവിത. മുജ്സെ പെഹ്ലി സി മുഹബ്ബത്ത് മെരി മെഹബൂബ് നമാങ്, ഇതായിരുന്നു ആ കവിതയുടെ പേര്. ആ കവിതയിലെ ഒരു പ്രശസ്തമായ ഷേറാണ് നമ്മൾ പറഞ്ഞത്. അതായത് സ്വന്തം പ്രണയത്തിൻ്റെ ദുഃഖങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് പിന്നീട് കാലഘട്ടത്തിൻ്റെ ഗമേ ദൗറാൻ, ഗമേ ജാനാൻ, അതായത് പ്രണയത്തിൻ്റെ ദുഃഖം അതായിരുന്നു ആദ്യം ഉണ്ടായത്. എന്നാൽ പിന്നീടത് ഗമേ ദൗറാൻ, കാലഘട്ടത്തിൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ തന്നെ ദുഃഖങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് അത് കവിതയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഏറ്റവും പ്രശസ്തമായ നസ്മുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുജ്സെ പെഹ്ലി സി മുഹബ്ബത്ത് മേരി മെഹബൂബ് നമാഗ്, അതുപോലെ സുബഹെ ആസാദി, മുലാഖാത്ത്, ജിന്ദാ കി ഏക് സുബ, ജിന്ദാ കി ഏക് ഷാം തുടങ്ങിയ കവിതകൾ.